നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 ഫെബ്രുവരി 22 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ വളരെയേറെ ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബത്ത് പണം വന്ന് നിറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വലിയ തോതിലുള്ള ഉയർച്ചകളാണ് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ പോകുന്നത്. ₹1 കടം പോലും ഈ കുടുംബങ്ങളിൽ ഉണ്ടാവുകയില്ല. വലിയ തോതിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബത്തുണ്ടാകാൻ പോകുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം വളരെയധികം മാറ്റവും നേട്ടങ്ങളും ഇവർക്കുണ്ടാകുന്നതായിരിക്കും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങൾ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. എന്തുതന്നെയും ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിനവും കഴിയും തോറും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ട് എന്നുണ്ടെങ്കിൽ സർവ്വ സാമ്പത്തിക നേട്ടത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയാൻ പോകുന്നത്. ഇവരുള്ള കുടുംബങ്ങളിൽ ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റത്തിൻ്റെ സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ദുരിതങ്ങളും പ്രതിസന്ധികളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വളരെയധികം ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ഈ നക്ഷത്ര ജാതകർ ദുർഗാ ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നടന്നു കിട്ടുവാൻ കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും ഒത്തിരി മാറ്റങ്ങളാണ് ഈ പുണർതം നക്ഷത്ര ജാതകരുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയം. ഏതുതിനായിട്ടും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ദിനം പ്രതി സമ്പത്ത് വന്ന് നിറയുന്ന സാഹചര്യങ്ങളുണ്ട്. ഭാഗ്യദേവതയുടെ കടാക്ഷങ്ങൾ ലഭിക്കുവാനും ലോട്ടറി ഭാഗ്യങ്ങൾ വന്നു ചേരുവാനും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഈ പൂയം നക്ഷത്ര ജാതകർക്കുള്ളത്. ഈ പൂയം നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ച് നിങ്ങൾ പോയി ഊഹക്കച്ചവടങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഉയർച്ചയും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകരുള്ള കുടുംബങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ഈശാനുഗ്രഹങ്ങളും കുടികൊള്ളുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. നിങ്ങളുടെ ഓരോ നിമിഷവും വളരെയേറെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. സമ്പത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ആയില്യം നക്ഷത്ര ജാതകരുള്ള കുടുംബത്തുണ്ടാവുകയില്ല. കടങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ ആയില്യം നക്ഷത്രക്കാരുള്ള കുടുംബത്ത്. സർവ്വ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും സന്താന ലബ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യങ്ങളാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സമയമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യമായിക്കൊള്ളട്ടെ ഈശ്വരൻ നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും. പ്രതിസന്ധികളിൽ അടിപതറാതെ നിങ്ങൾ മുൻപോട്ട് പോവുക. ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തി ഒരു ധനാഭിവൃദ്ധിയുടെ ലോകത്തേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. എന്ത് തന്നെയായാലും രാജകീയമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ശത്രുവിന് മേൽ വിജയങ്ങൾ കൈവരിക്കുവാനും
സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി നേട്ടത്തിലേക്ക് ജീവിതം എത്തിച്ചേരുവാനും ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. എന്തു തന്നെയായാലും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ആയില്യം നക്ഷത്ര ജാതകർക്ക് കിട്ടുമ്പോഴത്തേക്ക് വലിയ തോതിലുള്ള ജീവിത ഉയർച്ചകൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകരും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി ഇനി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള രാജകീയമായ ജീവിത സാഹചര്യങ്ങൾ തെളിയുന്ന സമയമാണ്. സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഊഹക്കച്ചവടങ്ങളിൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് ചിത്തിര നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഉന്നതികളും കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം വളരെയേറെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും വളരെയേറെ സമ്പന്നമായിട്ടുള്ള സമയമാണ്. ഇവർക്ക് ഉയർച്ചയുടെയും കാര്യവിജയത്തിൻ്റെയും സന്താനലബ്ധിയുടെയും സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. വ്യാപാര രംഗത്തുള്ള പുരോഗതികൾ നിങ്ങൾക്ക് പടിപടിയായി വന്നു ചേരുന്ന സമയമാണ്. ധാരാളം ജീവിതത്തിൽ വിജയങ്ങളും ഐശ്വര്യങ്ങളും കൈവന്ന് നല്ല രീതിയിലുള്ള ജീവിത മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും ചൈതന്യവും നിലനിൽക്കുന്നതായിരിക്കും. മക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കും. എന്തു തന്നെയായാലും ഈ നക്ഷത്ര ജാതകങ്ങളുള്ള കുടുംബത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകാൻ പോകുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർ കുടുംബക്ഷേത്രങ്ങളിൽ പോവുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും മഹാദേവനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. എന്തു തന്നെയായാലും ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ്. സന്താന സൗഭാഗ്യങ്ങൾ, ജീവിത ഉയർച്ചകളും ബിസിനസ്സിൽ വലിയ മെച്ചം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വേണ്ട വിധം ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുക. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. മൂലം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ അകന്നു. ഇനി അങ്ങോട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ജീവിതത്തിൽ ഉയർച്ചയും ഉന്മേഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാനും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കഴിയുന്ന സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും മൂലം നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ചു. ഇനി അങ്ങോട്ട് ഇരട്ട രാജയോഗത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ജീവിത ഉയർച്ചയുടെയും സമയമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ധാരാളം നേടിയെടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതായിരിക്കും. മനസ്സിൽ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അസ്തമയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും സമയമാണ്. നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ കുടുംബത്ത് വലിയ ഭാഗ്യാനുഭവങ്ങളും ഈശ്വര ചൈതന്യങ്ങളും കുടികൊള്ളുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ഒരുവിധമായിട്ടുള്ള വിഷമതകളും അനുഭവിക്കേണ്ടി വരില്ല. ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഈശ്വരാനുഗ്രഹത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്.